മനസ്സിന്റെ അകത്ത് സമാധാനമില്ലാത്തവരെ ഏത് ജോലിക്കിറങ്ങിയാലും കച്ചവടം നടക്കുന്നില്ല, ഏത് കടയിൽ ചെന്നിരുന്നാലും കച്ചവടം നടക്കുന്നില്ല, ഏത് സ്ഥാപനം തുടങ്ങിയാലും വിജയിക്കുന്നില്ല, കയ്യിൽ കാശ് വരുന്നില്ല, കടം തീരുന്നില്ല, സമാധാനമില്ല. അങ്ങനെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉസ്താദേ ഭർത്താവ് 10-20 കൊല്ലമായി വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുകയാ, ഇതുവരെ ഒരു 5 സെന്റ് ഭൂമി വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ മാസവും കാശയക്കുന്നുണ്ട്, പക്ഷേ കാശൊന്നിനും തികയുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിന്റെ അകത്ത് സമാധാനമില്ലാത്ത മാണിക്കോത്തുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, ഓരോ മാസവും തിരികെ വരുന്ന പൈസയുടെ കണക്കോർത്തുകൊണ്ട്, കടപ്പിന്റെ ഗതിയോർത്തുകൊണ്ട് കണ്ണുനീരോടുകൂടി അള്ളാഹുവിനെ ഓർക്കുന്ന മാണിക്കോത്തുള്ള പ്രിയപ്പെട്ട പെങ്ങളെ, എന്നു രോഗമാണ് ഉസ്താദേ, രോഗം മാറുന്നില്ല. ഒന്നാമത്തെ കുട്ടിക്ക് രോഗം മാറുമ്പോ രണ്ടാമത്തെ കുട്ടിക്ക് രോഗം വരികയാ. അതേ, ഒരു വീട് വെക്കാൻ വേണ്ടി കല്ലിട്ടിട്ട് കുറ്റിയടിച്ചിട്ട് നാടുകളേറെയായി, ഇതുവരെ ആ വീടിന്റെ പണി നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന്റെ അകത്ത് സമാധാനം നഷ്ടപ്പെട്ടു പോയ ഈ സമുദായത്തിന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഏത് സൂറത്താണ് നിങ്ങൾ ഓതേണ്ടതെന്ന് ചോദിച്ചാ റസൂലുള്ളാഹിയുടെ മനസ്സിന് സമാധാനം കൊടുത്ത, അല്ലാഹുവിന്റെ ഹബീബിന് ശാന്തത കൊടുത്ത, റസൂലുള്ളാഹിയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് വന്നിറങ്ങിയ സൂറത്തുൽ ളുഹാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ, ഈ സൂറത്ത് നിരന്തരം ഓതുന്നത് മനസ്സിന്റെ ടെൻഷൻ മാറ്റാൻ നല്ലതാ. അങ്ങനെ ആ സൂറത്ത്